തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായ സംഭവത്തിൽ നടപടി. ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ ആശുപത്രി അധികൃതർ ആരംഭിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ഒരു മാസമായി ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിരുന്നു. ജനം ഇംപാക്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വളരെ രൂക്ഷമായ ഭാഷയിൽ അവിടുത്തെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒപ്പം അവിടുത്തെ ജീവനക്കാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി അവർ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ എന്താണ് നടപടി വന്നിരിക്കുന്നത്? ഈ ഒരു മാസം നീണ്ട ദുരിതത്തിന് എങ്ങനെ പരിഹാരമാകുന്നു? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഒരു 2 മണിക്ക് നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതുമാണ്. അവിടെ രോഗികൾ, കൂട്ടിരിപ്പുകാർ, ബന്ധുക്കൾ, നാട്ടുകാർ ഒക്കെയും ആ ഭാഗത്തുള്ള ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും അവിടെ വന്നിട്ടുള്ളവരൊക്കെയും തന്നെ പ്രതികരിച്ച കാര്യമാണ് അവിടെയുള്ളവരുടെ ദുരിതം പുറത്തു കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ട്. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? വീണ, SAT ആശുപത്രിയിൽ ഒരു മാസമായി അനുഭവിച്ചു വന്ന ദുരിതമാണ് നമ്മൾ വാർത്തയാക്കിയത്. ലിഫ്റ്റ് പണിമുടക്കിയ കേടായ സംഭവം, അത് വലിയ വാർത്ത. നമ്മളാണ് ആദ്യം ആ വാർത്ത നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. അതായത് പ്രസവ ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ പ്രസവ ശസ്ത്രക്രിയക്കടക്കം വാർഡിൽ നിന്ന് പ്രസവ മുറിയിലേക്കും തിരിച്ച് വാർഡിലേക്കും എത്തിക്കുന്ന ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയതാണ്. ആ ലിഫ്റ്റ് കേടായതാണ് നമ്മൾ വാർത്തയാക്കിയത്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് അത് നന്നാക്കാനുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് നന്നാക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു മാസക്കാലമായി ഈ ലിഫ്റ്റിലൂടെ യാത്ര അനുവദനീയമല്ലായിരുന്നു. അതായത് കേടായി കിടക്കുന്നൊരു സാഹചര്യമാണ്. അതിനുശേഷമാണ് പിന്നീട് നിരവധി തവണ ജീവനക്കാരുടെ അടക്കം പരാതി നൽകിയെങ്കിൽ പോലും, അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ കൂടെ എത്തുന്ന കൂട്ടിരിപ്പുകാരടക്കം പരാതി നൽകിയെങ്കിൽ പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല. അതിനു പിന്നാലെയാണ് ജനം TV ഇത് വാർത്തയാക്കുന്നത്. ആ വാർത്തയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ലിഫ്റ്റ് നന്നാക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ ലിഫ്റ്റ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ആ സംഭവ സ്ഥലത്തെത്തി. അതുപോലെ തന്നെ നടപടിക്രമങ്ങളിലേക്ക്, അതായത് നന്നാക്കുന്ന അടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് നമ്മളാണ് ആദ്യം ഇത് വാർത്തയാക്കിയത്. ജനങ്ങളുടെ ദുരിതം ഒരു മാസക്കാലമായി ഇത്തരത്തിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കും അതുപോലെ തന്നെ പ്രസവ ചികിത്സയ്ക്കടക്കം വാർഡിലേക്കും വാർഡിൽ നിന്ന് പുറത്തേക്കും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെല്ലാം ഈ കൈച്ചുമലായിരുന്നു. ക്രച്ചസിൽ എടുത്തുകൊണ്ട് ചുമലിലേന്തിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നു. 3 നിലയോളമുള്ള കെട്ടിടത്തിൽ സ്റ്റെപ്പുകൾ വഴി കയറിയിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടും അധികൃതർ മിണ്ടാതിരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനുശേഷമാണ് ഈ പരാതിയുമായി ജനം TV ജനങ്ങൾ സമീപിക്കുന്നത്. അതേ തുടർന്നാണ് നമ്മളിത് വാർത്തയാക്കുന്നത്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ആയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ലിഫ്റ്റ് നന്നാക്കുവാനുള്ള ശ്രമത്തിലേക്കാണ്, നന്നാക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ വാർത്തയെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി പ്രശാന്ത്, ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന ആവശ്യം തന്നെയാണ് ജനം TV മുന്നോട്ട് വെച്ചത്. അത് ഇപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽ പതിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നടപടിയിലേക്കും പോയിരിക്കുന്നു.